Hello my dears, welcome to ECS online class. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് ചാപ്റ്റർ 4 എല്ലാം പഠിച്ചു തീർത്തല്ലേ. സമയമൊക്കെ നോക്കാനും 24 hour ക്ലോക്കിന്റെ ഫോർമാറ്റും എല്ലാവരും പഠിച്ചു. ഇനി നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. The way the world looks. നോക്കാം. ഗപ്പൂസ് എയർ ജേർണി. എന്താണ് ഗപ്പു ഒരു എയർ ജേർണി നടത്തുകയാണേ. നമ്മൾ ലോകത്തെ എങ്ങനെയൊക്കെ വീക്ഷിച്ച് കാണും, നമ്മൾ എങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ വീക്ഷിക്കുന്ന ആ പോയിന്റിൽ ആ വസ്തുക്കളെ എങ്ങനെയെല്ലാം കാണാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഗപ്പൂസ് എയർ ജേർണി. ഗപ്പു വാസ് എ ബ്രേവ് ലിറ്റിൽ മൗസ്. ഗപ്പു എന്താണ് ഭയങ്കര ബുദ്ധിമാനായ ഒരു കുഞ്ഞ് എലിയാണ് അല്ലെ. One day he saw children playing with a huge gas balloon. ഗ്യാസ് ബലൂൺ വെച്ച് പിള്ളേരെ കളിക്കുന്നത് കണ്ട ഒരു ദിവസം ഗപ്പു. The balloon went up and touched the roof. ബലൂൺ എന്താണ് അവിടെ ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് വിട്ട് അതിന്റെ മുകളിലോട്ട് നമ്മുടെ ഈ റൂഫിന്റെ മുകളിൽ വന്നിരുന്നല്ലേ. നമ്മുടെ ഫാൻ ഒക്കെ ഇരിക്കുന്നതിന്റെ അവിടുത്തെ ആ മുകളിൽ വന്നിരുന്നല്ലേ. He got an idea. ഗപ്പുവിന് ഒരു ഐഡിയ തോന്നി. The next day when the children went to school, Gappu climbed up the string of the balloon. He could see the blades of the fan from the above. എന്താണ് പിള്ളേർ പിറ്റേ ദിവസം സ്കൂളിലൊക്കെ പോയപ്പോഴത്തേക്കും ഗപ്പു എന്ത് ചെയ്തു, ആ ബലൂണിന്റെ ആ കെട്ടിവെച്ചിരുന്ന ആ നൂലില് കൂടെ കേറി എങ്ങനെയൊക്കെയോ കേറി ബലൂണിന്റെ ആ മുകളിൽ ചെന്നിരിക്കുക അല്ലെ. ബലൂണിന്റെ തൊട്ടടുത്ത് ചെന്നിരിക്കുകയാണെ. എന്നിട്ട് എന്താണ് ഫാനിന്റെ തൊട്ടടുത്തിരിക്കുകയായിരുന്നു ആ ബലൂൺ. അപ്പൊ ഫാനിന്റെ ലീവ്സ് അല്ലെ, ഫാൻ കറങ്ങുന്നതിന്റെ ആ ലീവ്സ്, ഫാൻ ഇപ്പൊ ഓഫാണ്, ആ ഫാനിന്റെ ലീവ്സ് ഒക്കെ ഗപ്പുവിന് കാണാൻ പറ്റുന്നുണ്ടേ. Oh, there's so much dirt on these plates. From the below they look so clean. എന്താണ് താഴത്ത് നിന്ന് മുകളിലോട് നോക്കുമ്പോൾ ഈ ഫാൻ എല്ലാം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുക അല്ലെ. പക്ഷെ ഈ ഫാനിന്റെ ഒക്കെ കുറച്ചും കൂടെ ഉയരത്ത് നിന്ന് നോക്കുമ്പോൾ ഫാനിന്റെ മുകൾ ഭാഗം അല്ലെ, മുകളിലത്തെ ഭിത്തിയോട് ചേർന്നിരിക്കുന്ന ആ ഭാഗം എന്താണ് ഭയങ്കര അഴുക്കാണ് അല്ലെ. താഴത്ത് നമ്മൾ നോക്കുമ്പോൾ എല്ലാം ക്ലീൻ ആയിട്ടിരിക്കുക, പക്ഷെ ഫാനിന്റെ മുകൾ ഭാഗം ഭയങ്കര അഴുക്കായിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ ചിന്തിക്കുകയാണ്, ഡ്രോ ഹൗ ദ ഫാൻ ലുക്സ് ഫ്രം ബിലോ. ഫാൻ എങ്ങനെയാണ് നമ്മൾ താഴത്ത് നിന്ന് നമ്മൾ ഫ്ലോറിൽ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ ഫാൻ കാണുന്നത് എങ്ങനെയാണ്, ഒരു റൗണ്ട് അല്ലെ. ഒരു റൗണ്ട് അതിന്റെ 3 ഇലകൾ അല്ലെ, 4 ഇലകളുണ്ട്, 4 ലീഫ്. ഇങ്ങനെയല്ലേ നമ്മൾ ഫാൻ കാണുന്നത്. നമ്മൾ താഴത്ത് നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഫാനിന്റെ അല്ലെ ഈ ഫ്രണ്ട് ഭാഗം അല്ലെ നമ്മൾ കാണുന്നത്. ഗപ്പു ലുക്ക് ഡൗൺ. ഗപ്പു താഴത്തോട് നോക്കുകയാണെ. He could see the bed, the chair, one table with books on it and the other table with a bottle, a jug, a fruits, etc. കണ്ടില്ലേ, അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഗപ്പു മുകളിൽ ആ ബലൂണിന്റെ ആ സ്ട്രിങ്ങിൽ നിന്ന് എല്ലാം കാണുന്നുണ്ടേ. Look for these things in the photo. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിക്കേ. ഗപ്പു മുകളിൽ നിന്ന് കാണുന്ന പോലെ നമുക്കൊരു പിക്ചർ കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ. ഗപ്പുതെ മുകളിൽ നിന്ന് ആ ബലൂണിന്റെ സ്ട്രിങ്ങിൽ നിന്ന് താഴത്തോട് നോക്കുമ്പോൾ എന്തെല്ലാം കണ്ടു, കസേര, ബെഡ്, ടേബിളിന് പുറത്ത് എന്തൊക്കെയാ ഫ്രൂട്ട്സുകള്, ബോട്ടിൽ എല്ലാം വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട് അല്ലെ. ആ ഗപ്പു എങ്ങനെയാണോ കാണുന്നത് മുകളിൽ നിന്ന് കാണുന്നത് അതുപോലൊരു ഫോട്ടോ ആട്ടോ ഇതേ. ഗപ്പു ചിന്തിക്കുകയാണ്, that stupid chicky is looking for cheese. Can't even see it is kept on the top of the jug. ചിക്കി എന്ന് പറയുന്ന ഒരു എലി കൂടെ ഉണ്ട്. ആ ചിക്കി താഴത്ത് കൂടെ പിന്നെ ഓടിക്കളിക്കുകയാണ്. ചിക്കി ചീസ് തപ്പുകയാണ് അല്ലെ, തപ്പി കഴിക്കാനായിട്ട് ചീസ് തപ്പി നടക്കുകയാണ്. പക്ഷെ ആ മണ്ടനായ ആ ചിങ്കി കാണുന്നില്ല. ആ ജഗ്ഗിന്റെ പുറത്ത് ആ ചീസ് ഇരിപ്പുണ്ട് എന്നുള്ളത് ചിങ്കി കാണുന്നില്ല എന്ന് ഗപ്പു വിചാരിക്കുകയാണ്. Can you think why Gappu could see the cheese on the jug but Chicky could not? ചിങ്കി നിലത്തൂടെ ഓടി നടക്കുമ്പോൾ ചിങ്കി കാണാത്ത ആ ചീസ് ഗപ്പു എന്തുകൊണ്ട് കണ്ടു? എന്തുകൊണ്ടായിരിക്കും? ഗപ്പു ഒരു ഹൈറ്റിലിരിക്കുകയാണ് അല്ലെ. അപ്പൊ താഴത്തോട് നോക്കുമ്പോൾ എല്ലാ കാഴ്ചകളും ഗപ്പുവിന് കാണാൻ പറ്റും. പക്ഷെ ചിക്കി ആ ടേബിളിലേക്ക് താഴത്താണ് അല്ലെ. അപ്പൊ ടേബിളിന്റെ പുറത്ത് ആ ജഗ് ഇരിപ്പുണ്ട്. ആ ജഗ്ഗിന്റെ പുറത്ത് ചീസ് ഇരിക്കുന്നത് ചിക്കിക്ക് കാണാൻ പറ്റത്തില്ല. ചിക്കി താഴത്തുള്ള ആ ഫ്ലോറിലുള്ള കാര്യങ്ങൾ മാത്രമേ ചിക്കിക്ക് മുകളിലോട് നോക്കിയാൽ ടേബിളെ കാണാൻ പറ്റും. ടേബിളിലെ പുറത്തിരിക്കുന്ന വസ്തുക്കളൊന്നും കാണാൻ പറ്റത്തില്ല അല്ലെ. പക്ഷെ ഗപ്പു ആണെങ്കിലോ ടേബിളിന് മുകളില് അങ്ങ് മുകളിലായിട്ട് ആ ബലൂണിൽ ഇരിക്കുകയാണ്. അപ്പൊ താഴത്തുള്ള കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഗപ്പുവിന് കാണാൻ പറ്റും. When I ran round in my house, it looks so big, but from here it looks small. How is that?
എന്താണ് ഗപ്പ് ചിന്തിക്കുക. അപ്പം താഴത്തൂടെ ഈ വീടിന്റെ താഴത്തൂടെ ഓടിക്കളിക്കുമ്പോഴേ ഈ വീട് ഭയങ്കര വലിയ വീടാന്ന് തോന്നിക്കും, ഈ മുറിയൊക്കെ ഭയങ്കര വലിയ മുറിയാന്നൊക്കെ തോന്നിക്കും. പക്ഷെ ഇപ്പൊ മുകളിൽ നിന്ന് ഈ മുറിയെ കാണുമ്പോൾ എന്താ, ഈ മുറി തീരെ ചെറുതാണെന്ന് തോന്നിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളൊരു വലിയ ഹൈറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എന്താ, നമ്മൾ താഴത്ത് കാണുന്ന വസ്തുക്കളെല്ലാം തീരെ ചെറുതാന്ന് തോന്നും അല്ലെ. നേരെ മറിച്ച് നമ്മൾ അടുത്ത് ഒരു വസ്തു വെച്ച് അതിനെ നോക്കിക്കാണുകയാണെങ്കിൽ അതിന്റെ കുറച്ചൊരു സൈസ്, അതിന്റെ കറക്റ്റ് സൈസിൽ തന്നെ നമ്മുടെ കണ്ണിൽ കാണത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു ഹൈറ്റിൽ നിന്നും അല്ലെങ്കിൽ വളരെ ദൂരത്തിൽ നിന്നും ഒരു വസ്തുവിനെ കാണുകയാണെങ്കിൽ ആ വസ്തു തീരെ ചെറുതാണ് എന്ന് തോന്നും. എല്ലാവരും ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ താഴത്ത് നിൽക്കുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലങ്ങളും വീടുകളും വലിയ വലിയ വീടുകളും ഒക്കെ ഉണ്ട് അല്ലേ. പക്ഷെ നമ്മളൊരു ഫ്ലൈറ്റിൽ നിന്ന് വല്ലതും പോവുകയാണെങ്കിലോ താഴത്തോട് നോക്കിയാൽ എന്താ, എല്ലാം ഒരു കുഞ്ഞു ഉറുമ്പിനത്രേ കാണാൻ പറ്റത്തുള്ളൂ അല്ലെ. ഒരുപാട് ഏരിയയില് കുഞ്ഞു 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 വലിയ വീടുകളാണ്. പക്ഷെ ഒരു ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് പറ്റും, ഈ ഒബ്ജക്ട്സ് എല്ലാം ചെറുതായിട്ട് തോന്നും അല്ലെ. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഒബ്ജക്ട്സിന്റെ സൈസ് ചെറുതാണെന്ന് നമുക്ക് തോന്നും അല്ലെ. ജസ്റ്റ് ദെൻ എ സ്ട്രോങ് വിൻഡ് പുഷ് ദ ബലൂൺ ഔട്ട് ഓഫ് ദ റൂം. ഒരു കാറ്റടിച്ചേ, അപ്പൊ എന്താ, ബലൂൺ ഇങ്ങനെ പറന്നു പോവാ, റൂമിന്റെ പുറത്തോട്ട് ഇങ്ങനെ പറന്നു പോയി. The balloon flew up and the geppo started going up in the sky. ഗപ്പുവിന്റെ ഒരു ഭാഗ്യം നോക്കിക്കേ, ഗപ്പു ഇങ്ങനെ ആകാശത്തൂടെ ബലൂണിന്റെ കൂടെ അങ്ങ് പറന്നു പോവുകയാണ്. As he looked down, he could see his house. താഴത്തോട് നോക്കിയപ്പോഴെന്താ, ഗപ്പു താമസിച്ചിരുന്ന വീടൊക്കെ ഗപ്പുവിന് കാണാൻ പറ്റുന്നുണ്ട്. As he went higher, he could see things around his house. പക്ഷെ കുറച്ചും കൂടെ ഹയറിൽ ബലൂൺ അങ്ങ് പൊങ്ങി പോയപ്പോൾ എന്താണ്, ഈ വീട് മാത്രമല്ല വീടിന് ചുറ്റുമുള്ള പരിസരങ്ങളും എല്ലാം ഗപ്പുവിനെ കാണാൻ സാധിക്കുന്നുണ്ട്. The park, as he went higher, he could see the things around his house. The park, the Gurudwara, the railway line, a sweet shop, and Sushani's house with a big water tank on its roof. എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ബലൂൺ കുറച്ചുകൂടെ മുകളിലോട്ട് ഉയരത്തിൽ പറന്നപ്പോൾ എന്താണ്, ഗപ്പുവിന് വീട് മാത്രമല്ല ചുറ്റുമുള്ള പാർക്ക് കാണാം, ഗുരുദ്വാര കാണാം, റെയിൽവേ ലൈൻസ് കാണാം, റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ടല്ലേ, റെയിൽവേ പാലങ്ങൾ കാണാം, ഒരു മിഠായി കട കാണാം, സുഷാനിയുടെ വീടിന്റെ മുകളിലെ വാട്ടർ ടാങ്ക് വരെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. Who is that on the railway track? Is it that fat cat Monty? Haha, from here it looks like a big white mouse. ഗപ്പു ചിന്തിക്കുകയാണ്, അതാരാ റെയിൽവേ ട്രാക്കിന്റെ അവിടെ നിൽക്കുന്നത്? ആ മോണ്ടി, ആ തടിച്ചു കൊഴുത്ത ആ മോണ്ടി കാറ്റാ. മോണ്ടി എന്ന കാറ്റിന്റെ പേരാട്ടോ. ആ മോണ്ടി പൂച്ചയാണ്. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് തീരെ ഒരു വെള്ള എലിയുടെ അത്രേ ഉള്ളൂ. ഈ വളരെ ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ആ തടിച്ചു കൊഴുത്ത ആ മോണ്ടി കാറ്റ് ഒരു കുഞ്ഞ് എലിയുടെ അത്രേ തോന്നിക്കുന്നുള്ളൂ. This must be the Gurudwara where Amarjeet goes every day. ഇതായിരിക്കും ആ ഗുരുദ്വാര അമർജിത്ത് എന്നും കളിക്കാൻ പോകുന്നത്, അല്ലെ അമർജിത്ത് എന്നും പോകുന്നത്. He did not know there is a sweet shop. I did not know there is a sweet shop. Yummy. എനിക്ക് അറിയില്ല എന്നുള്ളൊരു സ്വീറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ കണ്ടു. Yummy. Imagine how your classroom looks from above. Try to draw it and mark the benches, blackboard, doors, windows, etc. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഗസ്റ്റ് ചെയ്യുക, എന്താ, നമ്മുടെ ക്ലാസ് റൂം ഒരു ഹൈറ്റിൽ നിന്ന്, ക്ലാസ് റൂം മാത്രം, നമ്മുടെ ക്ലാസ് റൂമിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട്, ബെഞ്ചസ് ഉണ്ട്, ഡെസ്ക് ഉണ്ട്, ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ഡോർസ് ഉണ്ട്, വിൻഡോസ് ഉണ്ട് അല്ലേ, ഇത്രയും കാര്യങ്ങളല്ലേ. ആ കാര്യങ്ങളെല്ലാം നമ്മളൊരു ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്ലാസ് റൂമിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അത് എല്ലാവരും ഒന്ന് ചിന്തിച്ചിട്ട് നോട്ട്ബുക്കിൽ വരയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. അത് ഹോംവർക്ക് ആയിട്ട് എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി, ചാപ്റ്ററിന്റെ പേര് എഴുതി, ക്വസ്റ്റ്യൻ എഴുതി എല്ലാവരും നോട്ട്ബുക്കിൽ വരയ്ക്കണം. എന്താണ്, മിസ് ചെക്ക് ചെയ്യാം, മിസ്സിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണം. മിസ് അതിന്റെ ആൻസേഴ്സ് പേഴ്സണലായിട്ടേ മെസ്സേജ് അയക്കത്തുള്ളൂ. തിരിച്ച് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് റൂം ഇരിക്കുന്നത് എന്നുള്ളത് മിസ്സിന് ഹോംവർക്ക് അയച്ചു തരുന്ന കുട്ടികൾക്ക് മിസ് തിരിച്ച് അതിന്റെ ആൻസേഴ്സ് അയച്ചു തരാം കേട്ടോ. അതിന്റെ ആൻസർ പിക്ചർ അയച്ചു തരാം. കാരണം വേറൊന്നും കൊണ്ടല്ല, ആൻസർ ഷീറ്റ് മിസ് ഗ്രൂപ്പിൽ ഇടുകയാണെങ്കിൽ എല്ലാവരും അത് വരച്ച് കോപ്പി അടിച്ചു വെക്കും. അതല്ല, സ്വന്തമായിട്ട് ചിന്തിച്ച് വേണം അതിന്റെ ഡ്രോയിങ് നോട്ട്ബുക്കിൽ വരയ്ക്കാൻ. അപ്പൊ നമ്മുടെ ക്ലാസ് റൂം ഒരു ഹൈറ്റിൽ നിന്ന് നോക്കിയാൽ ഈ ക്ലാസ് റൂമിലുള്ള വസ്തുക്കളും ക്ലാസ് റൂമും എല്ലാം എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട്
നോട്ട്ബുക്കിൽ വരയ്ക്കുക, എന്നിട്ട് മിസ്സിന് ഹോംവർക്ക് പിക്ചർ ഇട്ട് തരിക. ആ പിക്ചറിന് മറുപടിയായിട്ട് മിസ് അതിന്റെ ഇമേജ് ഇട്ട് തരാം. ഓക്കെ. The balloon went up and up. Geppo kept wondering how big the world is. ബലൂൺ പിന്നെ ഉയർത്തി പോവുകയാണല്ലേ. ഗപ്പു ചിന്തിക്കുകയാണ്, എന്ത് മനോഹരമായ കാഴ്ച, ഈ ഭൂമി എന്ത് മനോഹരമാണ്. Now he could see lot of houses, streets, roads and buses. ഒരുപാട് കാര്യങ്ങൾ ഗപ്പുവിൽ ഒന്നുകൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് വീടുകള്, ഒരുപാട് വഴികള്, റോഡ്സ്, ബസ്സസ് എല്ലാം ഗപ്പുവിന് കാണാൻ പറ്റുന്നുണ്ട്. Wow, is that the train looking like a long box from here? കണ്ടില്ലേ, ആ നല്ല ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് ട്രെയിൻ എല്ലാം ഒരു നീണ്ട ബോക്സ് പോലെ തോന്നുകയാണ്. നമ്മൾ അടുത്ത് നോക്കിയാൽ ട്രെയിൻ എന്ത് നീളമുള്ളതായിരിക്കും, എന്ത് നമ്മൾ നല്ല ഹൈറ്റിലൊക്കെയല്ലേ. പക്ഷെ ഭയങ്കര പൊക്കത്തിൽ നിന്ന് സ്കൈ അല്ലെങ്കിൽ വളരെ ഹൈറ്റിൽ നിന്നും ആ ട്രെയിനെ നോക്കിയപ്പോഴോ ഒരു ബോക്സ് ആയിട്ടാണ് ഗപ്പു കാണുന്നത്. These cars and buses look so small from here, just like toys, and people look like hands. എന്താണ് ഗപ്പു പറയാണ്, കണ്ടില്ലേ ആ കാറുകൾ, ആ ബസ്സുകളും എല്ലാം വളരെ ചെറുതായിട്ടാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. എല്ലാം ഒരു ടോയ്സ് ആയിട്ട്, ഒരു കളിപ്പാട്ടമായിട്ട് തോന്നുകയാണ്. മനുഷ്യരെ കാണുമ്പോൾ എല്ലാം ഉറുമ്പുകളെ പോലെ തോന്നുകയാണ് അല്ലെ. മിസ് പറഞ്ഞ പോലെ ഹൈറ്റിൽ നിന്ന് നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ എന്താണ് ആ വസ്തു തീരെ ചെറുതായിട്ട് തോന്നും അല്ലെ. പക്ഷെ ആ സെയിം വസ്തുവിനെ നമ്മൾ അടുത്ത് നിന്ന് കാണുവാണെങ്കിലോ അതിന്റെ ഒറിജിനൽ സൈസ് നമുക്കറിയാൻ പറ്റും. Suddenly there was a loud sound. Fat! The balloon burst and started falling down. എന്താണ് പെട്ടെന്ന് ഒരു വലിയ സൗണ്ട് ഉണ്ടായി. Fat! The balloon പൊട്ടിപ്പോയി അല്ലേ. എന്നിട്ട് എന്താണ് താഴത്തോട്ട് വീഴിക്കാണ്. Down and everything started looking bigger and bigger. ഗപ്പു താഴത്തോട്ട് വീഴ, ബലൂൺ പൊട്ടിപ്പോയി, ഗപ്പു താഴത്തോട്ട് വീഴുവാണ്. അപ്പോഴെന്താ തീരെ ചെറുതായിട്ട് കണ്ട സാധനങ്ങളെല്ലാം അത് പിന്നെയും അടുത്ത് താഴത്തോട്ട് വീഴുന്തോറും അതിന്റെ സൈസ് വലുതായിട്ട് തോന്നുകയാണ് അല്ലെ. അവിടെയുള്ള വസ്തുക്കളെല്ലാം അതിന്റെ സൈസ് വലുതായിട്ട് തോന്നുകയാണ് അല്ലെ. നേരത്തെ മനുഷ്യരെ എല്ലാം ഒരു ഉറുമ്പിന്റെ അത്രയും ട്രെയിനിനെ എല്ലാം ബോക്സിന് അത്രയൊക്കെ ഗപ്പുവിന് തോന്നിയുള്ളൂ ഒരു ഹൈറ്റിൽ നിന്നപ്പോൾ. ആ ഹൈറ്റിൽ നിന്ന് പതുക്കെ താഴത്തോട്ട് വീണപ്പോഴോ പതുക്കെ ആ കണ്ട വസ്തുക്കളെ എല്ലാം വലുതായിട്ട് ഗപ്പുവിന് തോന്നുകയാണ്. ഗപ്പു fell on the railway track. ഗപ്പു റെയിൽവേ ട്രാക്കിന്റെ പുറത്തോട്ടങ്ങ് വീണുപോയി. He ran to save himself from the cruel Monty, who ran after Geppo and the other rats on the railway track. എന്താണ് ഗപ്പു താഴെ റെയിൽവേ ട്രാക്കിൽ വീണു. അപ്പോഴെന്താ ഇതിന്റെ അടുത്ത് വെച്ച് ഒരൊറ്റ ഓട്ടവാ. എന്താ കുറെ ഇടികളും ഉണ്ട്, മോണ്ടി ഉണ്ട്. മോണ്ടി ഗപ്പുവിനെ പിടിക്കാൻ വേണ്ടി ഓടി വരിക. മോണ്ടിയെ പേടിച്ചിട്ട് ഗപ്പു എടുത്തു വെച്ച് ഒരൊറ്റ ഓട്ടം കൊടുത്തു. When Geppo saw the railway track from above, it looked like this. കണ്ടില്ലേ, മുകളിൽ നിന്ന് എന്താണ് താഴത്തോട്ട് വീഴുന്നതിനിടക്ക് ഗപ്പു റെയിൽവേ ട്രാക്ക് നോക്കിയപ്പോൾ കണ്ട മുകളിൽ നിന്ന് നോക്കിയപ്പോൾ റെയിൽവേ ട്രാക്ക് കണ്ടത് ഇങ്ങനെയാണ് അല്ലെ. ഗപ്പു കണ്ടത് ഇങ്ങനെയാണ്. ഇനി but when he fell on the track, the railway line looked like this. പക്ഷെ താഴത്തോട്ട് റെയിൽവേ ട്രാക്കിലോട്ട് വീണ് കഴിഞ്ഞപ്പോഴോ റെയിൽവേ ട്രാക്ക് ഇങ്ങനെയാണല്ലേ ഇരിക്കുന്നത്. നീളത്തെ അങ്ങ് കിടക്കും. മുകളിൽ നോക്കുമ്പോൾ അത്രയൊന്നും തോന്നിയില്ല, ചെറുതായിട്ട് തോന്നിയത്. പക്ഷെ താഴത്ത് വീണ് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വലുതായിട്ട് തോന്നുകയാണ്. Oh, things look so different when you look at them from a top and from a side. നമ്മൾ ഒരു വസ്തുവിനെയോ അതിന്റെ സൈഡിൽ നിന്ന് നോക്കിയാലും അതിന്റെ മുകളിൽ നിന്ന് നോക്കിയാലും അതിന്റെ ഷേപ്പിലും സൈസിലും ഒക്കെ വ്യത്യാസം തോന്നും. മുകളിൽ നോക്കിയാൽ എന്താണ് അങ്ങനെ നല്ല ഹൈറ്റിൽ നോക്കുകയാണെങ്കിൽ ആ വസ്തുക്കളെല്ലാം തീരെ ചെറുതായിട്ട് തോന്നും. പക്ഷെ നമ്മളതിനെ തൊട്ടടുത്തിരുന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് അതെല്ലാം വളരെ വലുതായിട്ട് തോന്നും അല്ലെ. Look at these pictures and discuss why things look wide and big at the ends but narrow and smaller at the other end. എന്തുകൊണ്ടാണ് ഇത് കണ്ടത്? ഈ പിക്ചേഴ്സിൽ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, ഒരു ക്യാൻഡിൽസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ റെയിൽവേ ട്രാക്കിനെ കണ്ടില്ലേ? സ്ലീപ്പേഴ്സ് കണ്ടില്ലേ? ഓരോ കട്ടകൾ അടുക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ? ഈ കട്ടകളെല്ലാം ഒരേ സൈസാണ് അല്ലെ. പല സൈസിലൊന്നും റെയിൽവേ ട്രാക്കിന്റെ ഇതൊന്നും പണിയത്തില്ല, എല്ലാം ഒരേ സൈസിലാണ്. പക്ഷെ നമ്മള് ഏത് സ്ലീപ്പറിന്റെ അടുത്ത് നിൽക്കുകയാണോ ആ സ്ലീപ്പറിന്റെ സൈസ് മാത്രം നല്ല വൈഡായിട്ട് നല്ല വീതിക്കും. പിന്നെ അങ്ങ് ദൂരത്തോട് നമ്മൾ നോക്കുന്തോറും അങ്ങുള്ള ആ സ്ലീപ്പറിന്റെ താഴത്തെ ആ പടികൾ വരില്ല. സ്ലീപ്പേഴ്സ് എന്നാ പറയുന്നത്. ആ സ്ലീപ്പേഴ്സ് എല്ലാം എന്താണ്
തീരെ നേർത്ത വരകൾ പോലെ തോന്നത്തുള്ളൂ അല്ലെ. അത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഈ മെഴുതിരികൾ കണ്ടില്ലേ, എല്ലാ മെഴുതിരിയും ഒരേ സൈസാ. പക്ഷെ നമ്മളിത് ഇങ്ങനെ ഒരു റോ ആയിട്ട് ഒരു വരിവരിയായിട്ട് അടുക്കി വെച്ചിട്ട് അതിന്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആ മെഴുകുതിരി ഭയങ്കര കട്ടിക്കും, വൈഡായിട്ടിരിക്കും. അതിന്റെ പുറകിലോട്ട് അങ്ങ് ദൂരത്തോട്ടുള്ള മെഴുകുതിരികളെല്ലാം സെയിം സൈസ് ആയിട്ട് പോലും നമുക്ക് നേരെ നേർത്ത അല്ലെങ്കിൽ വണ്ണമില്ലാത്ത മെഴുകുതിരികളായിട്ട് തോന്നത്തുള്ളൂ അല്ലെ. അതെന്തുകൊണ്ടായിരിക്കും? ആൻസർ മിസ് പറയാം. When the things are kept in a row, the side which is nearer to us looks wider. നമ്മള് ഓരോ വസ്തുക്കളും ഒരു റോ ആയിട്ട് അടുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ അടുത്ത് ആ വസ്തുവിന്റെ ഏത് സൈഡാണോ ആ സൈഡ് ഭയങ്കര വൈഡായിട്ട് വീതിയുള്ളതായിട്ട് തോന്നിക്കും. ആൻഡ് വിച്ച് ഈസ് farthest to us looks narrow and smaller. നമ്മളിൽ നിന്ന് ദൂരെയാകുന്ന അതേ ഒബ്ജക്ട്സുകൾ റോയിലാക്കി വെച്ചിരിക്കല്ലേ, ആ സെയിം വസ്തുക്കളെ റോയിലാക്കി വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ അടുത്തുള്ളതിനെ ഭയങ്കര വീതിയായിട്ട് തോന്നിക്കും. പക്ഷെ അങ്ങ് ദൂരത്തുള്ളതിനെയൊക്കെ എല്ലാമോ തീരെ നേർത്തതായിട്ട് തോന്നിക്കും. ഓക്കെ, അപ്പൊ ഓരോ വസ്തുക്കളെയും സെയിം വസ്തുക്കളെ തന്നെയാണെങ്കിലും പല സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പല രീതിയിലാണ് കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? നമ്മുടെ സെയിം ക്ലാസ് റൂമിൽ നമ്മള് ക്ലാസ്സിലോട്ട് കയറുമ്പോ എങ്ങനെയൊക്കെയാണ് കാണുന്നത്, പക്ഷെ അത് തന്നെയാണോ മുകളിൽ നിന്ന് നോക്കുമ്പോ കാണുന്നത്? അല്ലല്ലേ. മുകളിൽ നോക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാണും? ഓരോ വസ്തുക്കളെയും നമ്മൾ നിന്ന് നോക്കുന്ന ആ ഒരു സൈഡ് നിന്ന് നമ്മുടെ ഓരോ വസ്തുക്കളുടെ ഷേപ്പും സൈസും ഒക്കെ വ്യത്യാസം തോന്നും അല്ലേ. അപ്പോ ആ ടെക്സ്റ്റിലെ പേജ് 54 ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ ക്ലാസ് റൂമിന്റെ ടോപ്പ് വ്യൂ എല്ലാവരും വരയ്ക്കണം, നോട്ട്ബുക്കിൽ വരയ്ക്കണം. ഇത് ഹോംവർക്കായിട്ട് മിസ്സിന് ചെയ്ത് തരണം കേട്ടോ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. എല്ലാം മനസ്സിലായി വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.